ഈ ഒരു കറന്റ് സിറ്റുവേഷനിൽ നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത്? ഈ ഒരു മൊമെന്റിൽ അവർ എന്താണ് നിങ്ങളെക്കുറിച്ച് ഫീൽ ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാവുന്നുണ്ട്. ഒരു അബൻഡൻസ് ഉണ്ടാവുന്നുണ്ട്. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം നിങ്ങളിലേക്ക് എത്തപ്പെടുന്നുണ്ട്. നിങ്ങൾ എന്തെങ്കിലും മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു കാര്യം നിങ്ങളിലേക്ക് സക്സസ്ഫുൾ ആയിട്ട് വരുന്നുണ്ട്. ഓക്കെ. അപ്പോൾ ഇത് നിങ്ങൾക്ക് യൂണിവേഴ്സിൽ നിന്ന് കിട്ടുന്ന ഒരു മെസ്സേജ് ആയിട്ട് നമുക്ക് കാണാം. നമ്പർ 11 എന്നുള്ളൊരു നമ്പർ ഉണ്ട്. വൈറ്റ് ബട്ടർഫ്ലൈസ് ഉണ്ട്, ഫ്രൂട്ട്സ് ഉണ്ട്. അപ്പോൾ ഒരുപാട് അബൻഡൻസ് ആണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത് എന്ന് മനസ്സിലാക്കുന്നുണ്ട്. ഒരു ഗോൾഡൻ കളറാണ്, ഒരു ബ്രൈറ്റ്നസ് ആണ് നിങ്ങളിലേക്ക് വരുന്നത്. ഒരു വെളിച്ചമാണ് നിങ്ങളുടെ ആ ഒരു ലൈഫിലേക്ക് വരുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. മേ ബി നിങ്ങളിൽ പലരും നോ കോൺടാക്ട് സിറ്റുവേഷനിലാണെന്നുണ്ടെങ്കിൽ ആ ഒരു സിറ്റുവേഷനിൽ ഒരു ചേഞ്ച് തന്നെയാണ് ഈ വ്യക്തി ഈ ഒരു മൊമെന്റിൽ ആഗ്രഹിക്കുന്നത്. അതായത് അവരായിട്ട് തന്നെ ചിലപ്പോൾ നിങ്ങളിൽ നിന്ന് അകന്നു മാറാൻ ശ്രമിച്ച ഒരു അവസരം ഉണ്ടായിരിക്കാം. അല്ലെങ്കിൽ ഫോഴ്സ്ഫുള്ളി അവർക്ക് നിങ്ങളിൽ നിന്ന് അകന്നു മാറേണ്ടതായിട്ടുള്ളൊരു സാഹചര്യം വന്നിട്ടുണ്ടാകാം. പക്ഷേ ഈ ഒരു സമയത്ത് ആ ഒരു സിറ്റുവേഷൻ അവരായിട്ട് തന്നെ റിലീസ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അവർ ഓൾറെഡി അത് റിലീസ് ചെയ്യുന്നുണ്ട്. ഓക്കെ. ഈ സിറ്റുവേഷനിൽ ഒരു ചേഞ്ച് ആണ് ഇപ്പോൾ ആ വ്യക്തി ഈ ഒരു മൊമെന്റിൽ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. മേ ബി നിങ്ങൾക്കിടയിൽ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടായിരിക്കാം. മേ ബി ഒരു ഫ്രണ്ട്സ് ആയിരിക്കാം, അല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സ് ആയിരിക്കാം. ഈ റിലേഷൻഷിപ്പിൽ നിന്നും നിങ്ങളെ അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിയെ മാറ്റിക്കൊണ്ടു പോകാനായിട്ട് ശ്രമിക്കുന്നുണ്ടാവാം. പക്ഷെ എന്ത് തന്നെ ആയിരുന്നാലും ഏതൊരു സാഹചര്യത്തിൽ നിന്നും ഒരു വിക്ടറിയാണ് ഈ ഒരു മൊമെന്റിൽ ആ വ്യക്തി ആഗ്രഹിക്കുന്നത്. ആ വ്യക്തിക്കറിയാം ആരുടെ എല്ലാം വാക്കുകൾ കേട്ടാലും എന്ത് നെഗറ്റീവായിട്ടുള്ള സിറ്റുവേഷൻ ഫേസ് ചെയ്യേണ്ടി വന്നാലും ഒരിക്കലും ലൈഫിൽ നിന്ന് നിങ്ങളെ ഒഴിവാക്കാൻ ആ വ്യക്തി ആഗ്രഹിക്കുന്നില്ല. നോ കോൺടാക്ട് സിറ്റുവേഷനിലാണ് എങ്കിൽ പോലും ആ വ്യക്തിക്ക് പൂർണ്ണമായിട്ടുള്ള വിശ്വാസമുണ്ട് നിങ്ങൾ രണ്ടുപേരും ഒന്നിച്ച് ചേരും എന്നുള്ളൊരു കാര്യം. ഓക്കെ. ആ വ്യക്തി വെയിറ്റ് ചെയ്യുകയാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. ഒരു പ്രോപ്പർ ടൈമിങ്ങിന് വേണ്ടിയിട്ടായിരിക്കാം. ബ്ലോസമിങ് അബണ്ടൻസ്. നിങ്ങൾ ഇപ്പോൾ സെപ്പറേഷനിലായിട്ട് ഇരിക്കുന്നതിൽ നിങ്ങൾ ഒരുപാട് സങ്കടപ്പെടുന്നുണ്ട് എങ്കിലും ഫ്യൂച്ചറിൽ ഒരു വലിയ ചേഞ്ചാണ് നിങ്ങളിലേക്ക് വരുന്നത്. ഒരുപാട് അബണ്ടൻസ് ആണ് നിങ്ങളിലേക്ക് വരുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള ഒത്തിരി പോസിറ്റീവ് കാർഡ്സ് ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ ആ വ്യക്തിക്ക് ഒരുപാട് ഉത്കണ്ഠയുണ്ട്. ഒരുപാട് ആങ്ഷ്യസ് ആണ് ആ വ്യക്തി. അതായത് അവർക്ക് ചിലപ്പോൾ ഒരു ചിന്ത ഇങ്ങനെ ഉണ്ടാവുന്നുണ്ട്, നിങ്ങൾ അവരെ വിട്ടു പോകുമോ? ഇനിയും ഒരു ചാൻസ് അവർക്ക് നിങ്ങൾ കൊടുക്കുമോ? അവർ നിങ്ങളിലേക്ക് വരാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ നിങ്ങൾക്ക് അവരെ അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുമോ? എന്നെല്ലാമുള്ള ചിന്തകളാണ് ഈ ഒരു സമയത്ത് ആ വ്യക്തിയിലുള്ളത്. ആൻഡ് യെസ്, അഡ്ജസൻറ്റ് പോസിബിലിറ്റീസ്. മേ ബി അവർക്ക് നിങ്ങളിലേക്ക് നേരിട്ട് കോണ്ടാക്ട് ചെയ്യാൻ കഴിയുന്നില്ലായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങളോട് ഡയറക്റ്റ് വന്ന് എല്ലാ കാര്യങ്ങളും പറയാൻ കഴിയാത്തൊരു സാഹചര്യമായിരിക്കാം. അത് ഈ വ്യക്തിയുടെ ഒരു ലിമിറ്റിംഗ് ബിലീഫ്സ് ആണ്. നിങ്ങൾ അവരെ അക്സെപ്റ്റ് ചെയ്യില്ല എന്നുള്ളൊരു ചിന്ത അവരുടെ മനസ്സിലുള്ളത് കൊണ്ട് തന്നെ മറ്റു വ്യക്തികൾ വഴിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സാഹചര്യം വഴിയോ നിങ്ങളുമായിട്ട് കോണ്ടാക്ട് ചെയ്യാൻ ആ വ്യക്തി തീർച്ചയായിട്ടും ശ്രമിക്കുന്നതായിരിക്കും. ഓക്കെ. ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് മറ്റു വ്യക്തികളോ അല്ലെങ്കിൽ സമൂഹമോ അംഗീകരിക്കപ്പെടാത്ത ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കാം. പക്ഷെ ഇപ്പോൾ ഈ സമയത്ത് ആ വ്യക്തി ചിന്തിക്കുന്നത് ആരൊക്കെ എതിർത്താലും, ഏത് ലൈഫ് സിറ്റുവേഷൻ നിങ്ങളുടെ മുന്നിൽ വന്നാലും, ഏത് ചലഞ്ചിങ് സിറ്റുവേഷൻ വന്നാലും നിങ്ങളെ അവരുടെ ലൈഫിലേക്ക് കൊണ്ടുവരണം എന്ന് ആ വ്യക്തി തീരുമാനിക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ ഒരു ഡിവൈൻലി കണക്റ്റഡ് ആയിട്ടുള്ള വ്യക്തികളായിരിക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നത് ഒരു സെപ്പറേഷൻ എന്ന് പറയുന്നത് യൂണിവേഴ്സായിട്ട് തന്നെ ഡിസൈഡ് ചെയ്തിരിക്കുന്ന ഒരു സെപ്പറേഷൻ ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ രണ്ടുപേരും ഇപ്പോൾ ഒരുപാട് ഹീൽ ചെയ്യേണ്ട ഒരു സമയമാണ്. നിങ്ങളുടെ മനസ്സിനെ ശാന്തമാക്കുക, മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ. സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ. ഒരിക്കലും നിങ്ങൾ ഓവറായിട്ടൊരു വ്യക്തിയെയും ചേസ് ചെയ്യാതിരിക്കുക. ഓക്കെ. നിങ്ങളിപ്പോൾ ഡിവൈൻലി സെപ്പറേറ്റഡ് ആണ് എന്ന് മനസ്സിലാക്കുക. ഒരു റൈറ്റ് മൊമെന്റ് വരുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഒന്നിച്ച് ചേരുക തന്നെ ചെയ്യും. മേ ബി ഇത് പലരും ഒരു സോൾമേറ്റ് അല്ലെങ്കിൽ ട്വിൻ ഫ്ലെയിം കണക്ഷൻ ആണ് എന്ന് ഫീൽ ചെയ്യുന്നുണ്ട്. ആൻഡ് ദെൻ യെസ്, അവർ നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ അവരെ ഒരുപാട് തളർത്തിയിരിക്കുകയാണ്. അതായത് അവർക്ക് നിങ്ങളില്ലാണ്ട്
അവരുടെ ലൈഫ് കംപ്ലീറ്റ് ആവുന്നില്ല എന്നുള്ളൊരു ചിന്ത ഈ ഒരു സമയത്ത് അവർക്കുണ്ട്. ഓക്കെ. ആൻഡ് ഇപ്പോഴും എപ്പോഴും ഏതൊരു സമയത്തും അവർക്ക് നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ മാത്രമാണ്. ഒരുപാട് ഉത്കണ്ഠയാണ് അവർക്ക്. അതായത് അവർക്ക് ആഹ് ഏ നിങ്ങളുടെ ചിലപ്പോൾ കോൺടാക്റ്റ് വരാനായിട്ട് കഴിയാത്തവണ്ണം അവർ ഫോഴ്സ്ഫുള്ളി സെപ്പറേറ്റഡ് ആയതായിരിക്കാം. പക്ഷെ അവർക്ക് ഒരിക്കലും നിങ്ങളുടെ ഓർമ്മകളെ വിട്ട് മാറാനായിട്ട് കഴിയുന്നില്ല. ആൻഡ് യെസ്, മേ ബി നിങ്ങൾ തമ്മിൽ ഒരുപാട് ഡിഫറൻസ് ഉണ്ടായിരിക്കാം. ഫാമിലി വൈസ് ആയിരിക്കാം, അല്ലെങ്കിൽ കാസ്റ്റിലായിരിക്കാം, അതുമല്ലെങ്കിൽ ഒരു ഫിനാൻഷ്യൽ സ്റ്റാറ്റസിൽ നിങ്ങൾ തമ്മിൽ ഒരുപാട് ഡിഫറൻസ് ഉള്ള വ്യക്തികളായിരിക്കാം. അത് തന്നെയായിരിക്കാം നിങ്ങൾക്കിടയിൽ ഒരു നേരിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് കൊണ്ടുപോകാൻ കഴിയാത്ത സാഹചര്യമായിട്ടുള്ളത്. ഓക്കെ. അതുപോലെ തന്നെ ഈ വ്യക്തി ഈ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് ഒറ്റയ്ക്ക് നിന്ന് തന്നെ ഫൈറ്റ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അതായത് ഏത് സാഹചര്യത്തിലായിരുന്നാലും അവർ ഫൈറ്റ് ചെയ്ത് റിലേഷൻഷിപ്പിനെ അവരുടെ ലൈഫിലേക്ക് പൂർണ്ണതയോടെ കൊണ്ടുവരണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അത്രമാത്രം അവർ എത്രമാത്രം സ്ട്രഗ്ലിംഗ് സിറ്റുവേഷനിലാണ് കടന്നു പോകുന്നത് എങ്കിലും നിങ്ങളുടെ പ്രണയം അവർ അത്രമാത്രം ഇമ്പോർട്ടൻസ് ആയിട്ട് അവരുടെ ലൈഫിൽ കാണുന്നുണ്ട്. ഓക്കെ. ഐ എം ഹെൽപ്ലെസ് നൗ, മൈ ലൈഫ് ഈസ് എംപ്റ്റി. ഇപ്പോൾ അവരെന്തായാലും ഒരു നിസ്സഹായ അവസ്ഥയിലാണ്. അവരുടെ ലൈഫ് ഒരു എംപ്റ്റി ആണ്. മേ ബി അവരുടെ ലൈഫിൽ ഒരുപാട് ഒരുപാട് നെഗറ്റീവ് ആയിട്ടുള്ള സിറ്റുവേഷൻ ആയിരിക്കാം. അവരുടെ ലൈഫിൽ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടായിരിക്കാം. ഫിനാൻഷ്യലി അവർ ചിലപ്പോൾ ഒത്തിരി ഡൗൺ ആയിട്ടുള്ള സിറ്റുവേഷനും ആയിരിക്കാം. അതുകൊണ്ട് തന്നെ അവരിപ്പോൾ ഒരു നിസ്സഹായ അവസ്ഥയിലാണ് എന്ന് നിങ്ങളോട് പറയുന്നു. ആൻഡ് ഇന്റൻസ് ഡിസയർ ടു സീ യു. തീർച്ചയായിട്ടും അവർ നിങ്ങളെ കാണാൻ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. അത്രമാത്രം ആഴത്തിൽ അവർ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട്. ഓക്കെ. ഐ ഹാവ് ചേഞ്ച്ഡ് ഓൺലി ബിക്കോസ് ഓഫ് യു. നിങ്ങൾക്ക് വേണ്ടിയാണ് അവരുടെ ലൈഫിൽ അവർ മാറ്റങ്ങൾ കൊണ്ടുവന്നത് എന്ന് അവർ പറയുന്നു. ആൻഡ് ഐ വിഷ് ടു സീ യു, യു ആർ മൈ ലവ്. ഓക്കെ. അത് ഒരുപാട് തവണ ആ ഒരു മെസ്സേജ് തന്നെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. അവർ നിങ്ങളെ കാണാൻ വേണ്ടിയിട്ട് അത്രമാത്രം ആഗ്രഹിക്കുന്ന ഒരു സമയമാണ്. ഈ ഒരു മൊമെന്റിലും അവർ നിങ്ങളെ അവരെ മനസ്സിൽ ഡ്രീം ചെയ്യുന്നുണ്ടാവാം. അവർ നിങ്ങളെ കാണുന്നുണ്ട്, കാണാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ. ഐ എം മാനിഫെസ്റ്റിംഗ് യു. യെസ്. അവർ നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യാണ്. അവരുടെ ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യാണ്. അവർ പ്രാർത്ഥിക്കുകയാണ്. തീർച്ചയായിട്ടും നിങ്ങൾ അവരുടെ ലൈഫിലേക്ക് തിരികെ വരണമെന്ന് അവർ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. ഐ സ്റ്റാർട്ട് മിസ്സിംഗ് യു ദ മൊമെന്റ് യു ലീവ്. നിങ്ങളെ നഷ്ടമായ ആ ഒരു മൊമെന്റ് മുതൽ തന്നെ അവർക്ക് നിങ്ങളെ ഒരുപാട് മിസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ആൻഡ് യു ആർ ഓൾവേസ് ഇൻ മൈ ഹാർട്ട്. അവരുടെ ഹൃദയത്തിൽ എപ്പോഴും നിങ്ങളുണ്ട്. അവരുടെ ഹൃദയത്തിൽ എപ്പോഴും നിങ്ങൾക്കൊരു സ്ഥാനമുണ്ട്. ആൻഡ് ഐ കാൺട്ട് ഗിവ് യു ഫാൾസ് ഹോപ്പ്. തെറ്റായിട്ടുള്ള ഒരു പ്രതീക്ഷയൊന്നും അവർ ഒരിക്കലും നിങ്ങൾക്ക് തരാൻ ആഗ്രഹിക്കുന്നില്ല. മേ ബി ചിലരിങ്ങനെ വിവാഹം കഴിക്കാം എന്നൊക്കെ പറഞ്ഞ് തെറ്റായിട്ടുള്ള പ്രതീക്ഷകൾ തരുന്ന വ്യക്തികളുണ്ടാവും. പക്ഷെ അങ്ങനെയൊന്നും അവർ നിങ്ങൾക്ക് ഒരു തെറ്റായിട്ടുള്ള വാഗ്ദാനം തരാൻ ഇഷ്ടപ്പെടുന്ന വ്യക്തിയല്ല. ഓക്കെ.